താബിഈങ്ങളായ ആളുകൾ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെട്ടു, ഉദ്ഉല്ലാഹ ലന, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അപ്പോൾ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പ്രഗൽഭനായ സ്വഹാബിയാണ്. അദ്ദേഹം ദുആ ചെയ്തു, അല്ലാഹുമ്മ ആതിനാ ഫിദ് ദുനിയ ഹസനത്തൻ, അള്ളാഹുവേ നീ ഞങ്ങൾക്ക് ഈ ദുനിയാവിൽ ഹസനത്ത് നന്മ നൽകണമേ, വഫിൽ ആഖിറത്തി ഹസനത്തൻ, പരലോകത്തും നീ ഞങ്ങൾക്ക് നല്ലത് നൽകണമേ, വഖിനാ അദാബന്നാർ, ഞങ്ങളെ നീ നരകാഗ്നിയിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ. ഈ പ്രാർത്ഥന നമുക്കൊക്കെ സുപരിചിതമായ പ്രാർത്ഥനയാണ്. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിനാ അദാബന്നാർ, അള്ളാഹുവേ ഈ ലോകത്തും പരലോകത്തും നീ ഞങ്ങൾക്ക് ഹസനാത്തുകൾ നൽകണമേ, നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണമേ. നമുക്കൊക്കെ അറിയാം. അപ്പോൾ അദ്ദേഹം അപ്രകാരം ദുആ ചെയ്തപ്പോൾ അവർ പറഞ്ഞു, സിദ്ന, ഇനിയും ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരൂ, വേറെയും ദുആകൾ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിർവഹിക്കൂ. അപ്പോൾ ഫഅആദഹ, അദ്ദേഹം ഈ ദുആ ആവർത്തിക്കുകയാണ് ചെയ്തത്. ഫഖാലു, അതിനുശേഷം വീണ്ടും അവർ പറഞ്ഞു, സിദ്ന, ഇനിയും ഞങ്ങൾക്ക് നിങ്ങൾ കൂടുതൽ ദുആ ചെയ്യൂ. എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് ഇതല്ലാത്ത വേറെ ദുആകളും ഞങ്ങൾക്ക് വേണ്ടി നിർവഹിക്കൂ എന്നാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, മാ തുരീദൂൻ, നിങ്ങൾ എന്താണ് ഈ ഉദ്ദേശിക്കുന്നത്? സഅൽതു ലക്കും ഖൈറദ് ദുനിയ വൽ ആഖിറ, നിങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തിലെയും പരലോകത്തിലെയും ഖൈറാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്, അതിൽ കൂടുതൽ ഇനി എന്താണ്? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഖാല അനസുൻ വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുക്സിറു അൻ യദ്ഉവ ബിഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ നിർവഹിച്ചിട്ടുള്ള ദുആകളിൽ ഒന്നാണ് അല്ലാഹുമ്മ ആതിനാ ഫിദ് ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ എന്ന ദുആ എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. മാത്രമല്ല ഇമാം ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹി താബിഇയാണ്. അദ്ദേഹം അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, അയ്യു ദഅവത്തിൻ അക്സറു മാ യദ്ഉ ബിഹൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ നിർവഹിച്ചിട്ടുള്ള ദുആ ഏതാണ്? അപ്പോൾ അതിന് അദ്ദേഹം നൽകിയ മറുപടി അല്ലാഹുമ്മ റബ്ബന. ഇവിടെ അല്ലാഹുമ്മ എന്ന് മാത്രം പറയാതെ അതിൻ്റെ കൂടെ റബ്ബന, അല്ലെങ്കിൽ റബ്ബന എന്ന് മാത്രം പറയാതെ അല്ലാഹുമ്മ, രണ്ട് നിലക്കും പറയാം. അല്ലാഹുമ്മ ആതിന എന്ന് പറയാം, റബ്ബന ആതിന എന്ന് പറയാം, റബ്ബന ആതിന എന്ന് പറയാം, അല്ലാഹുമ്മ റബ്ബന ആതിന എന്നും പറയാം. അപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത് അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ് ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ, അല്ലാഹുവേ ഈ ലോകത്തും ഞങ്ങൾക്ക് ഖൈർ നൽകണമേ, പരലോകത്തും ഞങ്ങൾക്ക് ഹസനത്ത് നൽകണമേ, നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ. അപ്പോൾ ഇത് ഇഹപര നന്മകൾക്ക് വേണ്ടിയുള്ള ഏറ്റവും വ്യക്തമായ സമഗ്രമായ ദുആ ആണ്. ഈ ദുആ വിശ്വാസികളുടെ ദുആ ആയി സൂറത്തുൽ ബഖറയിലെ 201-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നതുമാണ്. ഈ ദുആയുടെ ഒരു പ്രത്യേകത അതാണ്, അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. വിശ്വാസികൾ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നും അല്ലാഹു നമുക്ക് മനസ്സിലാക്കി തരുന്നു. വമിൻഹും മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ, മനുഷ്യരിൽ വിശ്വാസികളിൽ ഒരു വിഭാഗം അവർ ഈ ലോകത്തിലെ ഹസനത്തുകളും പരലോകത്തിലെ ഹസനത്തുകളും ചോദിക്കുകയും നരകത്തിൽ നിന്ന് കാവലിനെ തേടുകയും ചെയ്യുന്നവരാണ്. ഉലായിക ലഹും നസീബും മിമ്മാ കസബു, അവർ ആ പ്രാർത്ഥിച്ചത് നിമിത്തം അതനുസരിച്ച് പ്രവർത്തിച്ചത് നിമിത്തം അവർക്കുള്ള വമ്പിച്ച ഓഹരി ഉണ്ടായിരിക്കുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലെ 201, 202 ആയത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പോൾ വിശ്വാസികളുടെ പ്രാർത്ഥനയായി അല്ലാഹു പഠിപ്പിച്ചതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായി നമുക്ക് ദുആ ചെയ്തുകൊണ്ട് മാതൃകയാക്കി കാണിച്ചതുമായ ഒരു ദുആ ആണ് ഈ ദുആ. ഇഹത്തിലെയും പരത്തിലെയും എല്ലാ നന്മകളും ഈ ദുആയിലൂടെ നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുകയാണ്. ഖതാദ റളിയല്ലാഹു അൻഹു റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ എന്നതിൻ്റെ വ്യാഖ്യാനമായി അദ്ദേഹം പറഞ്ഞത് ഖാല ഫിദ് ദുനിയ ആഫിയ വഫിൽ ആഖിറതി ആഫിയ, ഈ ദുനിയാവിലും സൗഖ്യം അഥവാ സംരക്ഷണം, സുരക്ഷിതത്വം, രോഗമില്ലാത്ത, കഷ്ടപ്പാടുകളില്ലാത്ത, കെടുതികളില്ലാത്ത, യുദ്ധങ്ങളില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത സൗഖ്യം ഈ ലോകത്തും പരലോകത്തും ലഭിക്കണമേ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല
ഒരു പ്രധാനപ്പെട്ട സംഭവം നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി അലൈ, അതേപോലെ തന്നെ ഇമാം ബസ്സാർ റഹ്മത്തുള്ളാഹി അലൈ, ഇവരെല്ലാം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു വ്യക്തി ഇങ്ങനെ പ്രാർത്ഥിച്ചു. എന്താണ് പറഞ്ഞത്? അല്ലാഹുമ്മ മാ കുൻത മുആഖിബി ബിഹി ഫിൽ ആഖിറ ഫഅജ്ജിൽഹു ലി ഫിദ് ദുനിയ. അല്ലാഹുവേ, നീ എനിക്ക് പരലോകത്ത് വല്ല ശിക്ഷയും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതെനിക്ക് ഈ ലോകത്ത് തന്നെ നൽകണമേ എന്ന് ഒരു സ്വഹാബി ദുആ ചെയ്യുകയുണ്ടായി. അങ്ങനെ അദ്ദേഹത്തിന് ശക്തമായ രോഗം ബാധിച്ചു. എത്രത്തോളം എന്ന് ചോദിച്ചാൽ മിസ്ലൽ ഫർഹ്, ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ അവസ്ഥയിലേക്ക് അദ്ദേഹം മാറിയെന്നാണ്. തൂവലില്ലാത്ത, കാണാൻ ഭംഗിയില്ലാത്തൊരു മാംസ കഷ്ണം പോലെ തോന്നിക്കുന്നതാണല്ലോ പക്ഷികളുടെ കുഞ്ഞുങ്ങൾ. അതുപോലെ രോഗിയായി അദ്ദേഹം പ്രയാസപ്പെട്ടു. അപ്പോഴാണ് അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചത്, ഹൽ കുൻത ദഅൗത അല്ലാഹ ബിശൈഇൻ, താങ്കൾ അള്ളാഹുവിനോട് വല്ലതും ദുആ ചെയ്തിരുന്നോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇങ്ങനെയൊക്കെ ദുആ ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസ്തതീഉഹു ഔ ലാ തുതീഖുഹു ഫഹല്ലാ ഖുൽത അല്ലാഹുമ്മ ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അള്ളാഹുവേ, ഈ ലോകത്തും പരലോകത്തും എനിക്ക് നീ ഖൈറുകൾ നൽകണേ, ഹസനത്ത് നൽകണേ, നരകത്തിൽ നിന്ന് എന്നെ കാത്തുരക്ഷിക്കണമേ. അങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. അതല്ലാതെ പരലോകത്ത് വല്ല ശിക്ഷയും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് ദുനിയാവിൽ നൽകണമേ എന്ന് ദുആ ചെയ്താൽ ഒരിക്കലും അത് ഖൈറാവുകയില്ല, അത് നിനക്ക് സാധ്യമല്ല, അത് താങ്ങുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. മഹാനായ ഹസനുൽ ബസരി റഹിമഹുല്ലാ ഈ ദുആയുടെ തഫ്സീറിൽ പറഞ്ഞത്, വമിൻഹും മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസന. ദുനിയാവിലെ ഹസനത്ത് കൊണ്ടുള്ള ഉദ്ദേശം അൽ ഇൽമു വൽ ഇബാദ, ആ അറിവനുസരിച്ചുള്ള ഇബാദത്തുമാണ്. വഫിൽ ആഖിറതി അൽ ജന്ന, പരലോകത്തിലെ ഹസനത്ത് സ്വർഗവുമാണ്. അപ്പോൾ ഈ ദുനിയാവിലെ ഏറ്റവും വലിയ നന്മകൾ അത് അള്ളാഹുവിൻ്റെ ദീനിൽ അറിവ് നേടലും അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യലുമാണ്. അതേപോലെ തന്നെ ഹസനുൽ ബസരി റഹിമഹുല്ലാ തന്നെ മറ്റൊരു റിവായത്തിൽ പറയുന്നത്, അൽ ഫഹ്മു ഫി കിതാബില്ലാഹി വൽ ഇൽം, അള്ളാഹുവിൻ്റെ ഖുർആനിലുള്ള അറിവും അതേപോലെ തന്നെ ഇൽമുമാണ്, ഗ്രാഹ്യതയുമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മഹാനായ സുഫിയാനുസ് സൗരി റഹിമഹുല്ലാ അദ്ദേഹം ദുനിയാവിലെ ഹസനത്ത് കൊണ്ട് പറഞ്ഞത് അൽ ഇൽമു വർ റിസ്ഖു ത്വയ്യിബ്, അറിവും നല്ല ഉപജീവനവുമാണ്. വഫിൽ ആഖിറത്തി ഹസന അൽ ജന്ന, ആഖിറത്തിലെ ഹസനത്ത് കൊണ്ടുള്ള ഉദ്ദേശം ജന്നത്തുമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ദുനിയാവിൽ നല്ല ഇൽമ് നേടി ദീനനുസരിച്ചുള്ള ജീവിതം, നല്ല ഉപജീവനം, മറ്റ് ആഫിയത്ത്, എല്ലാ സൗഖ്യവും സമാധാനവും, പരലോകത്ത് സ്വർഗവും, ഇതാണ് ഈ ദുആയിലൂടെ നമ്മൾ ചോദിക്കുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞ ആ സ്വഹാബിക്ക് ആ ദുആ പറഞ്ഞു കൊടുക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്തു. എന്നാൽ ഈ സ്വഹാബി തന്നെ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്ന ദുആ ആവർത്തിച്ചപ്പോൾ ഇമാം ബസ്സാറിൻ്റെ റിവായത്തിലുള്ളത്, ഫമാ ലബിസ ഇല്ലാ അയ്യാമൻ ഔ യസീറ ഹത്താ ബറഅ, കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അസുഖം സുഖപ്പെട്ടു എന്നാണ്. ഒന്ന് നബിയുടെ ദുആ കാരണത്താൽ, രണ്ടാമത്തത് റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്ന് അദ്ദേഹം ദുആ ചെയ്തപ്പോൾ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ ആ വലിയ രോഗത്തിൽ നിന്ന് അയാൾക്ക് ശിഫ ലഭിച്ചു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ദുനിയാവിൻ്റെ വിഷമങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് സമാധാനവും ആശ്വാസവും ശമനവും എല്ലാം നൽകുന്ന ദുആയാണ് റബ്ബനാ ആതിനാ ഫിദ് ദുനിയ എന്ന് തുടങ്ങുന്ന ദുആ. അതോടൊപ്പം അത് ഖബറിലും പരലോകത്തും നമുക്ക് ഏറെ ഉപകാരപ്പെടുന്ന പ്രാർത്ഥനയാണ്. ഈ ഒരു പ്രാർത്ഥന അതിൻ്റെ പൊരുളറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുക, നിരന്തരമായി അത് വർദ്ധിപ്പിക്കുക. ഇഹത്തിലും പരത്തിലുമുള്ള നന്മകൾ അള്ളാഹു നമുക്ക് നൽകും. നരകാഗ്നിയിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുകയും ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് ഈ ദുആ അധികരിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ബറക്കത്ത് നേടിയെടുക്കുന്നവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.